പാർട്ടിയുടെ അന്തിമ തീരുമാനവും നിലപാടും പാർട്ടി ചെയർമാൻ പറയും എന്നുള്ളതാണ് കേരള കോൺഗ്രസ് മാണി സാറിൻ്റെ കാലം മുതൽക്കേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മിക്കപ്പോഴും നടക്കുന്നത് അങ്ങനെയല്ല. ഇതിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ചെയർമാൻ പാലായിൽ മത്സരിക്കുമെന്ന് പറയുന്നത് പാലായിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി മത്സരിച്ച് തോറ്റതുകൊണ്ട് മന്ത്രിയായ റോഷി അഗസ്റ്റിൻ. പാർട്ടി തീരുമാനിക്കും, ജോസ് കെ മാണി മത്സരിക്കും, സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും, നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. തൻ്റെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിയെടുത്ത പാലായിലെ സ്ഥാനാർത്ഥിത്വം റോഷി പ്രഖ്യാപിച്ചത് പഴയ കേരള സ്റ്റുഡൻസ് കോൺഗ്രസ്സുകാരൻ്റെ ചോരത്തിളപ്പുള്ളത് കൊണ്ടാണ് എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. വളർന്നു വന്നോണ്ട് ഞാൻ ചോരത്തിളപ്പൊക്കെ ഉണ്ട്. അത് പലപ്പോഴും വികാരപരമായിട്ടൊക്കെ സംസാരിക്കുന്നിരിക്കും. ചോരത്തിളപ്പൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞത് അതുകൊണ്ട് മാത്രമല്ല എന്ന് റോഷി പറഞ്ഞു വെക്കുന്നു. ഒപ്പം ജോസ് കെ മാണിക്ക് ഒളിയമ്പും. സഡൻ റിയാക്ഷൻ അല്ലല്ലോ, വളരെ ആലോചിച്ചല്ലേ ഞാൻ പറഞ്ഞത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണത്. അത് തെറ്റുണ്ടോ? അതിന് ശരിയല്ലേ? രണ്ടും ശരിയല്ലേ? ചേർത്തലപ്പുണ്ട് KFC നേതാവുമായിരുന്നു, ഞാൻ തെറ്റിരിക്കുന്നത്. പാലായിൽ ഒരു വട്ടം കൂടി മത്സരിക്കാൻ ജോസ് കെ മാണിക്ക് ആത്മവിശ്വാസക്കുറവുണ്ടോ എന്ന ചോദ്യത്തിനാണ് കേരള കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഉത്തരം തേടുന്നത്. ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നവരുണ്ട്. പക്ഷേ റോഷി അഗസ്റ്റിൻ പറയുന്നത് പാർട്ടി ചെയർമാൻ മത്സരിക്കുമെന്ന് കോൺഫിഡൻസോടെ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പിൽ തന്നെ ഉണ്ടാവും, മത്സരിക്കുമെന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. കോട്ടയംകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തിനടാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നുള്ള നിലപാടിലാണ് ജോസ് കെ മാണി. ഇപ്പോൾ ഇരിക്കുന്ന MLA-മാർ പോലും അവർ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ മത്സരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ പാർട്ടി ചർച്ചയ്ക്ക് ശേഷം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. പാലായ്ക്കപ്പുറത്തേക്ക് ജോസ് കെ മാണി മറ്റൊരു സുരക്ഷിത മണ്ഡലം തേടുന്നുണ്ട് എന്ന് പറയുന്നവരും ഇല്ല എന്ന് പറയുന്നവരും കേരള കോൺഗ്രസിലുണ്ട്. എന്തായാലും പാർട്ടിയുടെ ചിഹ്നം പോലെ പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായമുണ്ട് എന്നുള്ള കാര്യം വ്യക്തം. ഇതെല്ലാം കണ്ട് ഗ്യാലറിയിൽ ഇരിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫുകാർ. മത്സരിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ മത്സരിച്ചാൽ വീണ്ടും പരാജയപ്പെടുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുന്നത്. പാർട്ടി കേരള കോൺഗ്രസ് ആണ്, എന്തും സംഭവിക്കാം. എന്നതാണേലും കാത്തിരുന്ന് കാണാനേ, അല്ലാതെ എന്നാ പറയാനാ. മൽത്തനംപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.